Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of advantages of working capital and operating cycle concept. ഇന്ന് രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും ആൻഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റും. അഡ്വാൻറ്റേജസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളുടെ ഒരു കമ്പനിയിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ് ആർ ഔട്ട്ലൈൻഡ് ആസ് ഫോളോസ്. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ദ ഫേം ക്യാൻ അവൈൽ ഓഫ് ദി ക്യാഷ് ഡിസ്കൗണ്ട് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദി സപ്ലയേഴ്സ്. നമ്മൾക്ക് ഒരു ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ ആ കമ്പനിക്ക് ആഡിക്വേറ്റ് ആയിട്ട് തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. എന്തുകൊണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ നടക്കുന്നു. ക്വിക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോൾ സപ്ലയേഴ്സിന് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നമ്മൾക്ക് ഒരു സെർട്ടൻ ഡേയ്സ് നമുക്ക് എന്ത് തരും? ക്രെഡിറ്റ് പീരീഡ് തരും. ആ പീരീഡിന് ഉള്ളിൽ നമ്മൾ ക്വിക്കായിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് സപ്ലയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ സപ്ലയേഴ്സിൽ നിന്ന് ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അത് കിട്ടണമെങ്കിൽ നമ്മളെ കയ്യിൽ ക്യാഷ് വേണ്ടേ? ആ ക്യാഷ് കൊടുക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. രണ്ടാമത്തത്, ഇറ്റ് എൻഹാൻസസ് ദ ലിക്വിഡിറ്റി, സോൾവൻസി, ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കൺസേൺസ്. ഇത് നമ്മളുടെ കമ്പനിയിൽ ലിക്വിഡിറ്റി കൂട്ടുന്നു, സോൾവൻസി കൂട്ടുന്നു, ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടുന്നു. നിങ്ങൾക്കറിയാം, ലിക്വിഡിറ്റി ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഓപ്പറേറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ട് എന്ന് തന്നെ ഉറപ്പാക്കാം. അതേപോലെ തന്നെ കമ്പനിക്ക് നല്ല വിശ്വാസം, ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട് എന്ന് നമുക്കും മനസ്സിലാക്കാം. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു മീറ്റ് അൺസീൻ കണ്ടിൻജൻസീസ് ആൻഡ് സക്സസ്ഫുള്ളി സെയിൽ ത്രൂ ദി പീരിയഡ്സ് ഓഫ് ക്രൈസിസ്. അതായത് നമുക്ക് പറയാം, അൺഫോർസീൻ ആയിട്ട് നമുക്ക് വരുന്ന കണ്ടിൻജൻസീസ് ഉണ്ടാവും. അൺഫോർസീനായി നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കണ്ടിൻജൻസീസ് വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് ക്രൈസിസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അത് സക്സസ്ഫുള്ളി നമ്മളത് ഓവർകം ചെയ്യും. അത്തരം കണ്ടിൻജൻസീസിനെ വി ക്യാൻ സക്സസ്ഫുള്ളി ഓവർകം ദീസ് ക്രൈസിസ് ത്രൂ ദി ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ആ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ ഓർഗനൈസേഷന് സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തത്, ഇറ്റ് ഇംപ്രൂവ്സ് ദ മൊറൈൽ ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സിൻ്റെ മൊറാലിറ്റി ഉണ്ടാക്കുക, ഇംപ്രൂവ് ചെയ്യുക, ധാർമ്മികത കൂട്ടുക എന്നുള്ളതാണത്. ഇംപ്രൂവ്സ് മൊറാലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്. ഫിഫ്ത്ത് വൺ, ഗുഡ് റിലേഷൻസ് വിത്ത് ബാങ്ക് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. നമുക്കറിയാം, ബാങ്കുമായിട്ടുള്ള ഗുഡ് റിലേഷൻസ് കൂട്ടാൻ പറ്റും നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. കൃത്യമായിട്ട് ലോണ് തിരിച്ചടവ് നടത്താൻ പറ്റും. നമ്മൾക്ക് പേയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് മന്ത്ലി അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയുകയും വീണ്ടും ലോൺ എടുക്കാൻ കഴിയുകയും ചെയ്യും. ഇല്ല എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് അടക്കുന്നില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മളെന്ത് ചെയ്യും? എന്താ ചെയ്യുക? നിങ്ങൾക്കറിയാം, പിന്നീട് ലോൺ എടുക്കാൻ ചെന്നാൽ തരില്ല, കമ്പനിക്ക് കൊടുക്കില്ല. സിക്സ്ത് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ്സ് ഫുള്ളി. ആറാമത്തെ പോയിന്റ്, നമ്മളുടെ ഫിക്സഡ് അസറ്റ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, അല്ലേ? പ്ലാന്റിൻ്റെ കപ്പാസിറ്റി 10 ടണ്ണാണെന്ന് വിചാരിക്കുക. 10 ടണ്ണിൻ്റെ പ്ലാന്റ് കപ്പാസിറ്റിയാണ്. നമുക്ക് ആ 10 ടണ്ണിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ നമ്മളെ കയ്യിൽ എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമ്മൾ ആ 10 ടൺ കപ്പാസിറ്റിക്കുള്ള റോ മെറ്റീരിയൽ നമ്മൾക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സിങ് നടത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്ലാന്റിന് ഒരു
10 എംപ്ലോയീസ് വേണമെങ്കിൽ ആ എംപ്ലോയീസിനെ നമുക്ക് നിർത്താൻ വേണമെങ്കിൽ എംപ്ലോയീസിനെ നമ്മൾ എന്താ പറയുക അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, സാലറി കൊടുക്കാൻ കാശ് വേണ്ടേ? ആ സാലറി കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റ് ഫുള്ളി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേ തീരൂ. എപ്പോഴും കമ്പനി ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം. നമ്മൾ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ കൂടി നമ്മൾക്ക് എന്ത് വേണം, നമുക്ക് ആവശ്യമായ ഇന്ധനം വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. 7th one, it enables to undertake research, innovation and expansion of programs. നമ്മളുടെ കമ്പനിയുടെ ഇന്നോവേഷന് അതേപോലെ തന്നെ ആ കമ്പനിയുടെ റിസർച്ച് നടത്താൻ, എക്സ്പാൻഷൻ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് അല്ലേ? ഇതൊക്കെ നടത്തണമെങ്കിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണല്ലേ? 8th one, it increases profitability of the business. അതുകൂടാതെ ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ നമ്മളുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനി എന്തിലേക്ക് നയിക്കുകയാണ്, പ്രോഫിറ്റബിലിറ്റിക്ക് പോകുകയാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എന്ത് വേണം, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടാ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത്രയും കാര്യങ്ങളാണ്. നന്നായി പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈക്കിളാണ്. ആ സൈക്കിള് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്, അത് ആ ചക്രം തിരിഞ്ഞു വരുന്നതിനെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ തിരിഞ്ഞു വരുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് തിരിഞ്ഞു വരിക, അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് വരിക? നിങ്ങൾക്കറിയാം, നമ്മളുടെ കയ്യിലുള്ള നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റിൽ കുറച്ച് ക്യാഷ് എന്തായാലും നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇൻ ഹാൻഡായിട്ട് വെക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് ഡെയിലി അഫയേഴ്സ്, ഡെയിലി ഓപ്പറേഷൻസിന് ആവശ്യമായ ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാകും. ആ ക്യാഷിനെ നമ്മൾ എന്താക്കി മാറ്റും, റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ആ റോ മെറ്റീരിയൽ പിന്നീട് അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഭാഗം നമ്മൾ എന്താ ചെയ്യുക, പ്രോസസ്സിൽ നിൽക്കുന്നു, കുറച്ച് ഭാഗം പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ഗുഡ്സായി മാറുകയാണെങ്കിൽ നമുക്കതിന് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് പിന്നീട് എന്തായി മാറുന്നു, അതിനെ വിൽക്കുന്നു, സെയിൽ നടത്തുന്നു. സെയിൽ നടത്തിയത് ചിലപ്പോൾ ക്രെഡിറ്റ് സെയിലായിരിക്കാം, ചിലപ്പോൾ ക്യാഷ് സെയിലായിരിക്കാം. ക്യാഷ് സെയിലാണെങ്കിൽ നമുക്ക് വീണ്ടും എന്തായിട്ട് തന്നെ വരികയാണ്, ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ക്രെഡിറ്റ് സെയിലാണെങ്കിലോ ബിൽസ് റിസീവബിൾ വരുന്നു, ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നു. ഈ ബിൽസ് റിസീവബിൾ ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ക്യാഷാക്കി മാറ്റാൻ കഴിയുന്നു. അപ്പോഴും വീണ്ടും ക്യാഷായി വന്നു, വീണ്ടും നമ്മൾ ഈ റൊട്ടേഷൻ തുടങ്ങുകയാണ്. റോ മെറ്റീരിയലിന് വാങ്ങിക്കുന്നു, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, സെയിൽ നടത്തുന്നു, പിന്നെ കാശാവുന്നു, പിന്നെ റോ മെറ്റീരിയൽ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ സൈക്കിളിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനെടുക്കുന്ന ടൈം, ക്യാഷ് നമ്മൾ സെയിൽ നടത്തി ക്യാഷ് ആക്കാൻ പറ്റുന്ന, അതിന് വേണ്ടി എടുക്കുന്ന ടൈം ഗ്യാപ്പാണ്, അതിനെടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. റെഫേഴ്സ് ടു ദ ആവറേജ് ടൈം ഇലാപ്സസ് ബിറ്റ്വീൻ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. നമുക്ക് പർച്ചേസ് ചെയ്ത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അത് വീണ്ടും ഫിനിഷ്ഡ് ഗുഡ്സായി അത് വിറ്റ് വീണ്ടും ക്യാഷ് ആവുന്നത് വരെയുള്ള ടൈമിനെ നമുക്ക് എന്ത് പറയാം, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഹണ്ട് വില്യൻ ഡൊണാൾഡ്സൺ, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെയിൽ ആൻഡ് ദെയർ റിയലൈസേഷൻ ആൻഡ് ദെയർ ആക്ച്വൽ റിയലൈസേഷൻ ഇൻ ക്യാഷ്. എന്താണ് ഹണ്ട് ആൻഡ് വില്യം
ഹണ്ട്, വില്യം ആൻഡ് ഡൊണാൾഡ്സൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്? നമ്മൾ സെയിൽ നടത്തി ക്യാഷാക്കി വരുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതിന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് പറയാം? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. ദിസ് ടൈം ഗ്യാപ്പ് ഈസ് ടെക്നിക്കലി ടേംഡ് ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദി ബിസിനസ്. ഈ ടൈം ഗ്യാപ്പിന് നമ്മൾക്ക് ടെക്നിക്കലി എന്ത് പറയാം? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. പക്ഷേ ആക്ച്വലി എന്താണ്? റോ മെറ്റീരിയൽ വാങ്ങിച്ചത് മുതൽ ക്യാഷ് റിയലൈസ് ചെയ്യുന്നത് വരെയുള്ള ടൈമിനെ നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. പക്ഷേ സെയിൽ നടത്തി ക്യാഷ് ആവുന്നത് വരെ ഉള്ളതും ആ സമയത്ത് നമുക്ക് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതും ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ വരും. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഞാനൊന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നെന്ന് മാത്രം. ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിങ് കമ്പനി, ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ലെങ്ത് ഓഫ് ടൈം നെസസറി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സൈക്കിൾ ഓഫ് ഈവൻറ്റ്സ്. ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ടൈം എങ്ങനെയാണെന്നുള്ളത് താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ലെങ്ത് അവരുടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് താഴെ പറയുന്ന ഇവൻറ്റുകൾ വെച്ചിട്ടാണ്. ഒന്നാമത്തത് കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻറ്റു റോ മെറ്റീരിയൽ. നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ എടുക്കുന്ന ടൈം. ദെൻ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയലിനെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നു, റോ മെറ്റീരിയലിനെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റുന്നു. ദെൻ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, അതും കൂടിയിട്ട് ആഡ് ചെയ്യണം. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളിലേക്ക് മാറ്റുകയാണ്. അതായത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? അവിടെ ഡെപ്റ്റേഴ്സും ബിൽസും വരുന്നു. ആ ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് വന്നു കഴിഞ്ഞാൽ അതിനും നമുക്ക് എന്ത് വരുന്നുണ്ട്? കുറച്ച് ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ കൺവേർഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട്സ് റിസീവബിളിനെ ക്യാഷാക്കി മാറ്റാനും എടുക്കുന്നുണ്ട് കുറച്ച് ടൈം. അതും കൂടി ആഡ് ചെയ്താലാണ് മൊത്തത്തിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഞാനൊന്ന് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അതിൻ്റെ ചിത്രത്തിലൂടെ നമ്മളെ ക്യാഷ് ഔട്ട്ഫ്ലോ പോകുന്നു, അത് റോ മെറ്റീരിയൽ ആവുന്നു, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു അതിന് മാനുഫാക്ചർ ചെയ്യുന്നു, പ്രോസസ്സിൽ പോകുന്നു, പ്രോസസ്സിൽ പോയാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇങ്ങനെ ആയി, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് സെയിൽസിൽ പോകുന്നു, ബിൽസ് റിസീവബിൾ കിട്ടുന്നു, ബിൽസ് റിസീവബിളിനെ വീണ്ടും ക്യാഷായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി എന്താ നടക്കുന്നത്? നമ്മളെ കയ്യിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ നമ്മൾ അവസാനം ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത്. രണ്ട് ക്യാഷ് പോയാൽ ആ ക്യാഷ് തന്നെ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഓപ്പറേറ്റിംഗ് ഓർ ക്യാഷ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ തന്നെ അതിൻ്റെ ആ ചിത്രത്തിനെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈച്ച് സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ആഫ്റ്റർ എ ടൈം ലാഗ് ഇൻവോൾവിംഗ് പ്രോസസ്സിംഗ് ക്രെഡിറ്റ് സെയിൽസ് റിസീവബിൾ എക്സ്ട്രാ ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്യാഷ് ഇൻഫ്ലോസ്. അതായത് ഓരോ സൈക്കിളും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ കൊണ്ടാണ്. ആൻഡ് ആഫ്റ്റർ ടൈം ലാഗ്, ഒരു ടൈം ലാഗ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയാണ് ടൈം ലാഗ് വരുന്നത്? പ്രോസസ്സിങ്ങിന് വേണം. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചു, ആ ക്യാഷ് ഔട്ട്ഫ്ലോ പോയി, എന്നിട്ട് നമ്മൾ പ്രോസസ്സിങ് കഴിഞ്ഞു, ക്രെഡിറ്റ് സെയിൽസ് കഴിഞ്ഞു, റിസീവബിൾസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് എൻഡ് ചെയ്യുന്നത്, പ്രോസസ്സിങ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ക്യാഷ് ഇൻഫ്ലോയിലാണ്. ആ ക്യാഷ് ഇൻഫ്ലോഡ് വീണ്ടും നമ്മൾ എന്തിലേക്ക് പോകുന്നു? ഓപ്പറേറ്റിംഗ് സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽ വാങ്ങിച്ച് ക്യാഷ് ഔട്ട്ഫ്ലോയിലും, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോയിലൂടെയും ആണ്. ഓക്കെ, ദിസ് സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും.
The length of the cycles depend upon the certain factors like nature of business, manufacturing time, efficiency of management, turnover, etc. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ എങ്ങനെ, അതിൻ്റെ ലെങ്ത് എങ്ങനെ, അതിൻ്റെ ടൈം ഗ്യാപ്പ് എങ്ങനെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ആശ്രയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ നേച്ചർ, ആ മാനുഫാക്ചറിങ് ടൈം, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, ടേൺ ഓവർ. മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിലാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.